ഗൈസ്, നിങ്ങളൊരു സിനിമാ പ്രേമിയാണെങ്കിൽ നിങ്ങൾ മിസ് ചെയ്യാത്തൊരു തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കണം ചോട്ടാ മുംബൈന്റെ റിലീസ് ഗൈസ്. 2.5-3 മണിക്കൂർ തിയേറ്ററിൽ എന്ത് വൈബ് ഗൈസ്. ശരിക്കും ഞാൻ ഞാൻ 2-3 പഠിച്ചപ്പോൾ റിലീസ് ചെയ്ത സിനിമയാണ്. അന്ന് എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് നഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് ഡബിൾ ഇരട്ടിയിൽ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടി ഗൈസ്. നമുക്കിതിൽ ഓരോ കഥയും കഥാപാത്രങ്ങളെല്ലാം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ട് ഭയങ്കര രസമായിട്ട് സിനിമ കാണാം. തലയും പിള്ളേരും തിയേറ്റർ പൊളിച്ചടിക്കുന്ന പറയാം ഗൈസ്. സിനിമ തുടങ്ങി തീരുന്നവരെ നമ്മൾ ഒരേപോലെ സ്ക്രീനിൽ നോക്കിയിരിക്കും. കഴിഞ്ഞ ദിവസം മൈസൂർ സെൻട്രൽ മാളിൽ ഞാനും ആകാശോടി സിനിമ കാണാൻ പോയി. അപ്പോൾ സിനിമ റിലീസ് ചെയ്തതിന്റെ യൂട്യൂബ് വീഡിയോയിലൊക്കെ ആ ഒരു വൈബ് കണ്ടിട്ടാണ് ഞങ്ങൾ ഇന്നലെ സിനിമ കാണാൻ. അത് ഒരുപാട് നൈറ്റ് ആയിട്ടാണ് സിനിമ കാണാൻ മൈസൂർക്ക് പോയത്. അങ്ങനെ തിയേറ്ററിൽ 60 പേർക്ക് മാത്രമേ ഇരിക്കാൻ പറ്റിയ കൊച്ചു തിയേറ്ററിൽ 10 പേര് മാത്രമാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തത്. അപ്പോൾ ഞാൻ ആ വീഡിയോയിൽ കണ്ട ആ ഒരു വൈബ് നമുക്ക് കിട്ടുമോ എന്നുള്ള ഡൗട്ടിലാണ് ഞാൻ ഇരുന്നെങ്കിലും സിനിമ തുടങ്ങി മുതൽ അവസാനം വരെ തിയേറ്ററിൽ ഭയങ്കര വൈബായിരുന്നു. 10 പേരുണ്ടെങ്കിലും ഭയങ്കര രസമായിരുന്നു. ആ ചെട്ടികുളങ്ങര പാട്ടിലെ മോഹൻലാലിന്റെ എനർജി മുതൽ ലാസ്റ്റ് വാസ്കോയുടെ ഗാമ വരെയും സിനിമ വേറെ ലെവലായിരുന്നു ഗൈസ്. ഇന്റർവെൽ ഒക്കെ ആയപ്പോഴത്തേന് ഞങ്ങളൊരു ക്വിസ് ഓറാക്കി ഗൈസ്. അത് വെറും വേസ്റ്റ് ആയിരുന്നു. PVRന്റെ ഹൈനസ് മാളായിരുന്നു ഗൈസ്. 200 രൂപയ്ക്ക് മേടിച്ചിട്ട് സംഭവം വെറും വേസ്റ്റ് ആയിരുന്നു. ഇനി ആരും അറിഞ്ഞുകൊണ്ടാ സാധനം മേടിക്കല്. അല്ലെങ്കിൽ അവൻ ഒരു കത്ത് റേറ്റാണ്. അവിടെ നിന്ന് ഒരു കാപ്പിച്ചൂനിന് തന്നെ 150 rupees കൊടുക്കണം. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഐസ്ക്രീം മേടിച്ചാൽ, പൊതുവെ ഞാൻ ഐസ്ക്രീം കഴിക്കാറില്ല, പക്ഷെ ഓൻ കഴിച്ച കണ്ട് ഞാൻ മേടിച്ചു ബനാന വാൾനട്ട് ഹണി അങ്ങനെ ഒരു ഐസ്ക്രീം ഉണ്ട്. വേറെ ലെവൽ ഐസ്ക്രീം ഗൈസ്. സംഭവം ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. സിനിമയുടെ കൊടുക്ക ഈ വാസ്കോടെ നമ്മൾ പാട്ട് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തിയേറ്ററിൽ എന്തൊരു വൈബ് ഗൈസ്. സീറ്റിലിരിക്കുന്ന നമ്മൾ വരെ എണീച്ച് ഡാൻസ് കളിക്കുന്നുണ്ട്. അത്രയ്ക്ക് വൈബായിരുന്നു ഗൈസ്. എന്തായാലും ഈ ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആരും കളയരുത് ഗൈസ്. ഞാൻ എന്തായാലും പോയി. അങ്ങനെ 1 മണിയൊക്കെ ആയപ്പോഴത്തേന് സിനിമ കണ്ട് ഞങ്ങൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി. നല്ലൊരു സിനിമ കണ്ട ഒരു ഫീലിൽ ഞങ്ങൾ പുറത്തുണ്ടായിരുന്നു. അങ്ങനെ നൈറ്റ് മൈസൂർ പാലസ് ഒക്കെ കണ്ട് മൈസൂർ ടൗണിൽ കൂടെ ഞങ്ങൾ റൂമിലോട്ട് വന്നു. 6 കിലോമീറ്ററുണ്ട് ടൗണിൽ നിന്ന് ഞങ്ങളുടെ റൂമിലോട്ട്. നാളെ 7 മണിന് ഡ്യൂട്ടി കയറണം. പെരുന്നാളാണ്ട് എല്ലാവരും നാട്ടിൽ ഇരിക്കുന്നത്, ഞാൻ മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ വീഡിയോ ഓക്കെ ആണെങ്കിൽ അക്കൗണ്ട് ഫോളോ ചെയ്യുക. ഓക്കെ ബൈ.